കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുണ്ടല്ലോ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സദ്യക്കൊക്കെ തയ്യാറാക്കണ പച്ചമാങ്ങ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, അതിൻ്റെ ഒരു അച്ചാറാണ് കാണിക്കാൻ പോകണം. ഇതൊക്കെ പച്ചമാങ്ങ തൊണ്ടോട് കൂടി ഞാനിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ മാങ്ങയാണ് മേടിച്ചത്. പക്ഷേ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാങ്ങണ്ടി അതിൻ്റെ കടഭാഗമൊക്കെ ചെത്തി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറയും. അപ്പോൾ ഈ ഒരു 1/2 കിലോ മാങ്ങ മേടിച്ചാൽ അതിൻ്റെ ഒരു അളവിലേക്കുള്ളതാണ് ഞാൻ പറയണത്. അതിന് ഞാൻ എന്താ ഈ ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവുള്ളതും 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്തതും മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങാച്ചാറുണ്ടല്ലോ അധികം സമയം ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കാണ്ട് കുറച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ദിവസം വയ്ക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം വച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്ക് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു വറവും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ റെഡിയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനിയും വറവിടാണ്ടും ഇത് വെറുതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാലും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും അച്ചാർ റെഡിയാണ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് നല്ലെണ്ണയിൽ വറവിടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വറവിടാം. അത് വേറെ ഒന്നുമില്ല, കുറച്ച് കടുക്, ഉലുവ, കറിവേപ്പില ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒരു വറവിടുന്നുള്ളൂ. അപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം, വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് സെറ്റാക്കാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നല്ലെണ്ണയിൽ വറവിടാം. അപ്പോൾ നല്ല എരിവ് വേണ്ട ഒരു 5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മുളക് പൊടി ശരിക്കും ഇതിനകത്തേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി പിറ്റേ ദിവസം എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടും ഉണ്ടാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആവുക. അപ്പോൾ ഇതിന് ഞാനൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. മാങ്ങ നമ്മൾ വച്ചത് ഇത് സെറ്റായിട്ടുണ്ട്. ഉപ്പും മുളകും കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചത്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ മുളക് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് മാങ്ങയിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വറവിടാൻ പോണ്. കുറച്ച് എള്ളെണ്ണയും കുറച്ച് എള്ളെണ്ണയാണ് ഞാൻ എടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലിടാം. ഒന്നുകിൽ എള്ളെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എള്ളെണ്ണ ഞാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കടുകും ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉണക്കമുളകും കറിവേപ്പില ഇട്ടു. ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് 1-2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഉണക്കമുളകും കറിവേപ്പില ഇട്ട് ചൂടോടുകൂടി തന്നെ നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അച്ചാറോട് റെഡി ആയിട്ടുണ്ട്. ഒരു സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നും വേണ്ട, നല്ല കിടിലൻ ടേസ്റ്റാണ്. സദ്യക്ക് വിളമ്പുന്ന അതേ ടേസ്റ്റിലുള്ള അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.